എന്തത് പാടത്ത് കോലയിട്ട് നിൽക്കാൻ പോണോ? കോലോ? ഇത് കംപ്ലീറ്റ് ഞാൻ വാടകയ്ക്ക് എടുത്തതാ ആ കിളവന്റെ സന്തതിക്ക് പോകാൻ. ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു വ്ളോഗാണ് കേട്ടോ ചെയ്യണം. അപ്പൊ നമ്മളിന്ന് ഹാക്സും ടെസ്റ്റിങ്ങും ഒന്നുമില്ല. ഇന്ന് നമ്മള് നമ്മുടെ എന്താ പറയാ ചുറ്റുള്ള ഒരു വ്ളോഗാണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ ഈ ബാക്ക് സൈഡിലായിട്ട് തന്നെ ഒരു അടിപൊളി പുഴയാണ്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ കുറുമാലി പുഴയാണ് കേട്ടോ. നമ്മുടെ വെള്ളപ്പൊക്കമൊക്കെ വന്നിട്ടുള്ള പുഴയാണ്, ഭീകരമായ പുഴയാണിത്. പക്ഷെ മനോഹരമായ പുഴയാണ്, പക്ഷെ ഭീകരമായ പുഴയാണ്. അപ്പോൾ ഈ പുഴയും ഈ നമ്മുടെ വീടിന്റെ ചുറ്റുമാണ് നമ്മളിത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീട് കാണിക്കണില്ല, അത് നമ്മൾ ഹോം ടൂറിലാണ് കാണിക്കാൻ പോകുന്നത്. ഇത് തീർന്നില്ലേ? അത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. പിന്നെ പറയാനുള്ളത്, പിന്നെ അധികം സമയം വേണ്ട, നമുക്ക് വേഗം നമ്മുടെ വ്ളോഗിലേക്ക് പോകാം. വ്ളോഗിൽ എന്തൊക്കെ സംഭവിക്കുന്ന അറിയില്ല. ഇത് നമ്മുടെ പാറു ഫുൾ മേക്കപ്പിലാണ് വന്നേക്കുന്നത്. മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ. മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലേ ഉള്ളൂ. പാറുവിന്റെ കമ്മൽ എന്താണെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യേണ്ടതാണ്. അത് നിങ്ങളൊരു ക്വസ്റ്റ്യൻ ആക്കി എടുക്കുക. അപ്പൊ നമുക്ക് വ്ളോഗിലേക്ക് പോവാം. ഓക്കെ, കം ഓൺ, ഗെറ്റ് റെഡി. അയ്യോ, അതാണ് പറയേണ്ടത്. ഒന്നുകൂടി പറയട്ടോ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ ഞാൻ ഈ പുഴയുടെ സൈഡിലായിട്ടായിട്ടാണ് നിൽക്കണം. അപ്പൊ നമ്മൾ ആ പുഴയെന്ന് ഇങ്ങനെ കയറി കയറി ഇങ്ങനെ വരാം. എന്നിട്ട് ഇവിടെ ഇത്രയും കയറ്റത്തിലാണ് നമ്മുടെ വീട് ഇരിക്കണത്, പുഴയിലും. അപ്പൊ ഇത്രയും വെള്ളം നിറഞ്ഞിട്ടാണ് നമ്മുടെ വെള്ളപ്പൊക്കം ഉണ്ടായത്. നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഞങ്ങളുടെ വീട് മുക്കാ ഭാഗവും വെള്ളം വന്ന് നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇവിടെ ആൾക്കാർ മീൻ പിടിക്കാനൊക്കെ വരും. അപ്പൊ ഇപ്പൊ കുറച്ച് ആൾക്കാർ വഞ്ചിയിൽ പോണത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇവിടെ നമുക്കൊരു അടിപൊളി ഒരു 8 കിലോന്റെ ഒരു മീനെ നമുക്ക് കിട്ടി. ഒരു കിടിലൻ മീനെ തന്നെ നമുക്ക് കിട്ടി. എന്തൊരു തള്ളാണോ, തള്ളി തള്ളി മുല്ലപ്പെരിയാർ വരെ പൊട്ടിപ്പോ. ഗ്രാസ് കാർപ്പ് എന്തെങ്കിലും പേര് പറയണ്ടായിരുന്നു. 8 കിലോ ഭയങ്കര സൂപ്പർ മീൻ, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മീൻ. ഞങ്ങൾ എല്ലാവരും കൂടി കൂട്ടാൻ വെച്ച് കഴിച്ചു. അപ്പൊ നമ്മളിത് ഈ പുഴയുടെ അടുത്തായിട്ട് ഇതേപോലെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് സാധനം. എന്റെ അമ്മ കണ്ടപ്പോ ഒരു ചക്ക വീണ സൗണ്ടാണ് നിങ്ങൾ കേട്ടത്. കണ്ടാ, ഒരു അടിപൊളി ചക്ക കണ്ടത്. ഇപ്പൊ ഈ കൊറോണയുടെ സമയം ഇനി നമ്മൾ എന്നും ഇവിടെ ചക്കുപ്പേരി, ചക്കക്കൂട്ടാൻ, ചക്ക വറുത്തത്, ചക്കലിശ്ശേരി, ചക്കയോട് ചക്കമയാണ്, പഴുത്ത ചക്ക, എല്ലാതരം ചക്കകളും ഉണ്ട്. ഇയാളെ വിടലും കേട്ട് പല പ്രാവശ്യം മരിക്കണേക്കാളും നല്ലത് ഒറ്റ പ്രാവശ്യം തൂക്കി കൊന്നേക്ക് സാറേ. കണ്ട, ഇതിന്റെ മുകളിലാണ് ഞാൻ കയറി നിന്നത്. അത് ഇങ്ങോട്ട് വെള്ളം കയറാണ്ടിരിക്കാന്നൊക്കെ പറയുന്നുണ്ട്, മണ്ണൊലിച്ച് പോകാണ്ടിരിക്കാനൊക്കെ. അത് നമ്മുടെ പാറ് ചെയ്യുന്ന ഒരു പരിപാടി നിങ്ങൾ കണ്ടോ. ഇവിടെ ഫുൾ ടൈം ഇങ്ങനെ കിളികളൊക്കെ ഇങ്ങനെ കരഞ്ഞോണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. കണ്ട, പാറുവിന് ഭയങ്കര കുറുമ്പാണ്. അവള് കണ്ട ഈ മരത്തിന്റെ മുകളിൽ പൊത്തി പിടിച്ച് കയറുന്ന പാറു ഇടിഞ്ഞു ഒളിഞ്ഞു വീഴരുത് കേട്ടാ. ജാതിയുടെ മുകളിൽ നമ്മുടെ പാറു കയറും. ഇനി ഇറങ്ങിയിട്ട് വേണം 2 അടി കൊടുക്കാൻ. വേറൊരാളെ കാണിച്ചു തരാട്ടാ. ഇതാണ് നമ്മുടെ ദീപിതയുടെ വെല്ലിമ്മയാണ് കേട്ടത്. ദീപിത വെല്ലിമ്മയുടെ ഒക്കത്താണ് എപ്പോഴും. ദീപിത യായാന്നാണ് കേട്ടോ വിളിക്കുക. ബീബിതയുടെ ഡ്രസ്സും ശരിക്കിട്ട് ബീബി മരത്തുമ്മ കയറ്. ഒരു വീഡിയോ എടുക്കട്ടെ. ദീപി കേറ്, ദീപി അമോൺ. ദീപിക്ക് വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോ നാണായി. അല്ലെങ്കിൽ അവൾ അതിന്റെ മുകളിലൊക്കെ പൊത്തി പിടിച്ച് കയറണം. അങ്ങോട്ട് തിരിഞ്ഞിട്ട് കേറ് മരത്തുമ്പോ കേറ്, അമ്മ വീഡിയോ എടുക്കാം. അമ്പടാ, ദീപി അതിപ്പോ തൂങ്ങണ് കണ്ട. അടിയ മെല്ലെ അല്ല, 2 ആളും അതുമ്പോ പൊത്തി പിടിച്ച് കയറാണ്. വാവ്, സൂപ്പർ ദീപി ഒരു ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പറഞ്ഞ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. നമ്മുടെ ദീപിയുടെ മുടിയൊക്കെ എടുത്തു കേട്ടാ. ദീപി മുട്ട അടിച്ചു. ദീപിയുടെ അച്ഛ അവൾക്ക് ട്രിമ്മർ വെച്ചിട്ട് ദീപിയുടെ തലമുടിയൊക്കെ എടുത്തു. നല്ല സുന്ദരിയല്ലേ ദീപി? മുട്ട ദീപി. ഓക്കെ, ദീപിയുടെ ചേച്ചിയുടെ അടിയോ അത് ഒടിഞ്ഞു വീഴില്ലല്ലോ. അതെ, എന്നാ അതുമിരി നോക്ക്. നല്ല ഇടിവെട്ടുണ്ട് കേട്ടാ. പാറു വേണ്ട മതി. ഇറങ്ങുന്നത് ചാൻസ് കിട്ടിയാ മതിയാവും. വെള്ളം മരത്തുമ്പോ കയറി. അപ്പൊ നമ്മുടെ പുഴ കേട്ടോ. പുഴ ബ്യൂട്ടിഫുൾ പുഴയാണ്.
നമ്മളിവിടെ ചൂണ്ടിയിട്ടിട്ട് മീൻ പിടിക്കാറുണ്ട് കേട്ടോ. ചേട്ടന്മാര് ഇവിടെ ചൂണ്ടിയിട്ട് മീൻ പിടിക്കാറുണ്ട്. കണ്ടാ ഞങ്ങൾ ഈ സൈഡിൽ കൂടിയാണ് പുഴയിലേക്ക് ഇറങ്ങാറ് കേട്ടോ. ഇതിലല്ല അതിലും എല്ലാത്തിലും ഇറങ്ങാം. വേണ്ട ഇറങ്ങി വേണ്ട. ഇത് നമ്മുടെ പുതിയ ഒരു ഊഞ്ഞാലാണ് കേട്ടാ. നിങ്ങൾ എന്ത് വെറുപ്പിക്കലാണ്, ഭയങ്കര വീട്ടിലാണല്ലോ നിങ്ങള്. Ready, 1, 2. ബാറും കൂടി കളിക്കുമ്പോ ഇതാണ് ഇവരുടെ ലാബാണിത്. ഇവിടെ ഇവര് കളിക്കുമ്പോഴത്തെ സീക്രട്ട് സയൻസ് ലാബാണ്. അപ്പൊ ഇതാണ് അവരുടെ ലാപ്ടോപ്പാണ് കേട്ടോ. അവരവിടെ ഇരുന്നിട്ടാണ് വർക്ക് ചെയ്യാ. എന്നോട് ഒരുപാട് പേര് എങ്ങനെ ചോദിക്കണോ അതെന്താ? ഇവിടെയാണ് ഇവര് കളിക്കണ സ്ഥലം കേട്ടോ. വീടിന്റെ ഒരു സൈഡാണ്. ഇവിടെയാണ് നമ്മുടെ പൂച്ചക്കുട്ടികൾ ഉണ്ടായിരുന്നത്. പൂച്ചക്കുട്ടികളൊന്നും ഇപ്പൊ കാണാനില്ല. ദീപിത കപ്പെടുത്തിട്ട് ആ ജാതിക്കൊക്കെ പറക്കിട്ടെ. ദീപിനെ നമ്മള് ദീപിത എന്നാണ് കേട്ടോ വിളിക്കപ്പോ. വെച്ചിട്ടുണ്ടെങ്കിൽ ദീപിതാന്ന് ദീപിത എന്നിട്ട പേരാണ്. ദീപി എന്നിട്ട പേരാണ് ദീപിത. ദീപി ജാതിക്ക് പറക്കിട്. ദീപി ഇവിടെ കപ്പ് കൊടുത്തിട്ട് ഇവിടുത്തെ ജാതിക്ക് അങ്ങനെ പറക്കിടും. ദേ ഈ ജാതിക്കുണ്ടല്ലോ അതൊക്കെ പറക്കിടല്ലേ. വാ വാ ഇവിടെ ജാതിക്കുണ്ടോ. വാ ചേട്ടനിരുന്ന് വർക്ക് ചെയ്യുന്നത് കാണാട്ടോ. അവിടെയാണ് ചേട്ടനിരുന്ന് വർക്ക് ചെയ്യുന്ന സ്ഥലം. ഏമായോ മഴ പെയ്യുണ്ട്. 2-3 ജാതിക്ക് പറക്കിട്ടാ മതി. മുട്ട തലേമ കണ്ണട വെച്ചു. ജീവിത പറക്കിത് അത് ജാതിയുടെ അത് ദീപി
ആ ജാതിക്കയുടെ പൂവ് എങ്ങനെ മാറ്റാന്ന് കാണിച്ചു കൊടുത്തേ. കാണിച്ചു കൊടുക്ക് ദീപി, കാണിച്ചു കൊടുക്ക്. ദീപിക്കാണ് സൂപ്പറായിട്ട് അറിയാം. അതല്ല പൊന്നോ, ജാതിക്കയുടെ പൂവ് എങ്ങനെയാണ് പറിച്ചു കളയാന്ന് കാണിച്ചു കൊടുത്തേ. അതല്ല പൊന്നോ, ജാതി എന്നിട്ട് അതിലത്തെ ചോപ്പ് മാത്രം മാറ്റിയേ. അത് പറിച്ച് പൊട്ടിക്കാണ്ട് പറിച്ചത്. ഇത് സൂപ്പറായിട്ട് ചെയ്യൂട്ടോ. അത് ഇത് മാത്രല്ല പറമ്പും ചെയ്യും. പക്ഷെ ഒരു മണിക്കൂർ എടുക്കും. പൊട്ടിച്ച് മഴ പെയ്യാൻ പോവാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ വ്ളോഗ് ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഈ വ്ളോഗിന്റെ തുടർച്ച വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അപ്പൊ ദീപിയും ബാറുന്റെ കൊടയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഹാക്സ് എങ്കിലും ഇല്ലാണ്ട് നമുക്ക് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ സൂപ്പർ ഹാക്ക് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഉള്ളി എരിയുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പാറ കണ്ടുപിടിച്ചൊരു ഹാക്കാണ്. ഏതെങ്കിലും ഒരു കൂളിംഗ് ഗ്ലാസ് എടുത്ത് കണ്ണിൽ വെച്ചിട്ട് ഉള്ളി എരിയുക. അപ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരില്ല എന്നാണ് പാറു കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ ഹാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കുക. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തീരാണ്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. കമൻറ്റ്സ് അയക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി കിട്ടുന്ന വീഡിയോസ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. അഗെയിൻ ബൈ.